നന്മ നിറഞ്ഞ ഒരു ഓണത്തിൻ്റെ കാലം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ മലയാളികൾ ലോകമെമ്പാടും തിരുവോണം ആഘോഷിക്കുകയാണ്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും തിരുവോണ ആശംസകൾ നേരുന്നു. അപ്പോൾ നമ്മുടെ ഈ കാക്കനാടുള്ള നമ്മുടെ സ്റ്റുഡിയോയിലും ഓണം ആഘോഷിക്കാൻ നമ്മുടെ സഹകാരികളൊക്കെ തയ്യാറായിട്ടുണ്ട്. ശ്രീലക്ഷ്മിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അവിടെ നിന്ന് തത്സമയം ചേരാൻ പോകുന്നത്. ശ്രീലക്ഷ്മി, ഹാപ്പി ഓണം. നമ്മുടെ ഡെസ്കിൽ എന്താ വിശേഷം ഇപ്പോൾ? വാർത്ത ഓക്കെ ഓണം അടിച്ചു പൊളിക്കുമ്പോൾ നമ്മുടെ മറ്റൊരു സംഘം ഇവിടെ കാക്കനാട് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ഓണം ആഘോഷിക്കുകയാണ്. നമ്മൾ രാവിലെ തന്നെ പൂക്കളമൊക്കെ ഇട്ടു, ഡെസ്കൊക്കെ ആകെ അലങ്കരിച്ചിട്ടുണ്ട്, പൂവൊക്കെ ഉപയോഗിച്ച് അലങ്കരിച്ചിട്ടുണ്ട്. എല്ലാവരും കേരള തനിമയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ ഇത്തവണ വയനാട്ടിലെ ദുരന്ത ബാധിതരെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു ഓണമാണ്. നമുക്കിവിടെ എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്ക് ഓണ വാർത്തകൾക്കിടയിൽ, ഓണ വിശേഷങ്ങൾക്കിടയിൽ മറ്റു ചില വാർത്തകൾ കൂടി എടുക്കേണ്ടതുണ്ട് SKN. അപ്പോൾ അതിൻ്റെ തിരക്കുകളിലാണ് ഇവിടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിലുള്ളവരൊക്കെ. നമുക്ക് ഇവിടുത്തെ ഓണവിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. നമ്മുടെ ഡെസ്കിലെ നായകൻ ദിലീപേട്ടൻ നമ്മളോടൊപ്പം ചേരുകയാണ്. ദിലീപേട്ട, ഇത്തവണത്തെ ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണ് ഓണം നമുക്ക് ഇത്തവണ എന്താ സ്പെഷ്യലായിട്ടുള്ളത്? ഇത്തവണ ഓണം ഗംഭീരമാണ്. തകർത്തോണം തിമിർത്തോണം എന്നാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. മാത്രമല്ല, വയനാട് ദുരന്തത്തിന് പിന്നാലെയുള്ള ഒരു ഓണക്കാലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വയനാട്ടിലെ ഈ അതിജീവിക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ ചേർത്ത് പിടിച്ചോണം എന്ന നിലയിലാണ്. ഏതായാലും ഈ ഓണാഘോഷത്തിനോടൊപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിന് നമ്മുടെ ന്യൂസ് ഡെസ്ക്, ന്യൂസ് റൂം സദാ സജ്ജമായിരിക്കുകയാണ്. നമുക്ക് മറ്റ് എല്ലാവരുടെ അടുത്തേക്കൊന്ന് പോകാം, ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. നമുക്ക് കോപ്പി ഡെസ്കിൽ ഇപ്പോൾ സരുൺ ചേരുന്നുണ്ട്. സരുണിൻ്റെ ആദ്യത്തെ ഓണമാണ് 24-നൊപ്പം. എന്താണ് ഇത്തവണ 24-നൊപ്പം എൻ്റെ ആദ്യത്തെ ഓണം ആണ്. ഇവിടെ ഈ ആഘോഷം അത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതിൻ്റെ വൈബിലാണ്. 10-13 വർഷമായിട്ട് എല്ലാ തവണയും ഓണാഘോഷം ഡെസ്കിൽ തന്നെയാണ്. ഇത്തവണയും അതിന് മാറ്റമില്ല, 24-നൊപ്പം തന്നെ. ഓണം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ്? ഇപ്പം സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ പോവുക, അത്തരം കാര്യങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10-13 വർഷമായി ഈ ഡെസ്ക് തന്നെ ആണ് ഓണം. സരുൺ പാട്ട് പാടും ഇവിടെ ചിലരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് ഒരു 2 വരി ഒന്ന് പാടാമോ? പണ്ടൊക്കെ പാടുമായിരുന്നു, ഇപ്പൊ പാടൂല. ഒരു വരി ഇല്ല. നമുക്ക് നമ്മുടെ അസൈൻമെന്റിന്റെ നെടുംതൂണ് തനേഷ് തമ്പി ചേരുന്നുണ്ട്. തനേഷ് ചേട്ടൻ രാവിലെ തൊട്ട് സെൽഫി എടുക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ തനേഷ് ചേട്ടൻ ഇത്തവണത്തെ ഓണത്തിന്റെ ഒരു സ്പെഷ്യൽ എന്താണ്, പ്രത്യേകത? നമുക്ക് എല്ലാ വർഷത്തെ പോലെ ഓഫീസ് ഓണം, നമ്മളെല്ലാവരും ഒന്നിച്ചോണം, നാട്ടുകാരൊക്കെ തകർത്തോണം, എല്ലാവരും ഗംഭീരമാക്കണം. മിസ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? മിസ്സിംഗ് ഒന്നുമില്ല. എല്ലാ വർഷവും ഇതൊരു പതിവാണല്ലോ. നമ്മൾ ഓഫീസിലാണ് നമ്മുടെ എല്ലാ തിരുവോണങ്ങളും ഉത്രാടവും ഒക്കെ. അപ്പോൾ അതുകൊണ്ട് മിസ്സിംഗ് ഒന്നുമില്ല, ആഘോഷിക്കുക. അപ്പോൾ നമ്മളിവിടെ ന്യൂസ് ഡെസ്കിൽ എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിലൊക്കെ തന്നെയാണ്. നമുക്ക് ഉച്ചയ്ക്ക് സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. രാവിലെ നമ്മൾ പൂക്കളമൊക്കെ ഇട്ട് ആഘോഷിച്ചിരുന്നു. നമുക്കിവിടെ നമ്മുടെ റൺഡൗൺ പ്രൊഡ്യൂസർമാരൊക്കെ ഉണ്ട്. എല്ലാവരും തിരക്കിലാണ്, വാർത്തകളൊക്കെ എടുക്കുന്ന ഒരു തിരക്കിലാണ്. നമുക്ക് ചോദിക്കാം, നമ്മുടെ ഷോയുടെ റൺഡൗൺ പ്രൊഡ്യൂസർ അനീഷ് ഉണ്ട്. അനീഷ്, എന്താണ് ഇത്തവണ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ? എല്ലാ തവണയും ഇതുപോലെ വെറൈറ്റിയാണ് ഓണം. നമ്മുടെ ജീവനക്കാരെല്ലാവരും ഇത്തവണയും പതിവ് പോലെ ഓഫീസ് തന്നെയാണ് ഓണം ആഘോഷിക്കുന്നത്. അനീഷ്, ഇപ്പോൾ 24-നൊപ്പം എത്ര വർഷമായി? ഞാൻ സരുൺ ചേട്ടനോട് ഇപ്പോൾ ശ്രീലക്ഷ്മി ചോദിച്ചപ്പോൾ ഞാൻ എണ്ണുകയായിരുന്നു എത്ര വർഷമായി എന്നുള്ളത്. എനിക്ക് തോന്നുന്നു 8-9 വർഷമാണ് ഇപ്പോൾ 24-ൻ്റെ കൂടെ. അപ്പോൾ ഇത്രയും നാൾ ഞാൻ ഓഫീസിൽ തന്നെയായിരുന്നു ഓണം ആഘോഷിച്ചത്. ഫെബി ചേച്ചി, എങ്ങനെയുണ്ട് ഓണം? ഇത്തവണ ദിലീപേട്ടൻ്റെ നേതൃത്വത്തിൽ നമ്മൾ തകർക്കാണ് 24-നൊപ്പം. മിസ് ചെയ്യുന്നത് എന്താണ് ഓണം ഏറ്റവും കൂടുതൽ? മിസ് ചെയ്യുന്നത് ഓഫീസിനോടൊപ്പം തന്നെയാണ് ഓണം. അതുകൊണ്ട് ഇവിടുത്തെ ആഘോഷങ്ങളൊക്കെ നന്നായി നടക്കുന്നു, അതുകൊണ്ടൊന്നും മിസ് ചെയ്യുന്നില്ല. അങ്ങനെ എല്ലാവരും ഓണാഘോഷത്തിൻ്റെ ഒരു തിരക്കിലാണ്. നമ്മൾ ഇവിടെ എല്ലാവരും രാവിലെ കേരള തനിമയുള്ള വസ്ത്രങ്ങളൊക്കെ അണിഞ്ഞു വന്നിട്ടുണ്ട്. നമ്മുടെ ഷോയുടെ പിന്നാമ്പുറത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ കൂടിയുണ്ട്. നമ്മുടെ പ്രൊഡക്ഷൻ കൺട്രോൾ റൂമിലേക്ക് നമുക്കൊന്ന് പോകാം. അവരുടെ ഓണവിശേഷങ്ങൾ കൂടി നമുക്കൊന്ന് ചോദിച്ചറിഞ്ഞു വരാം. SKN, ഹലോ, ഹാപ്പി ഓണം. നമ്മുടെ ഷോയുടെ മെയിൻ പ്രൊഡ്യൂസർ സനൂപ് നമ്മളോടൊപ്പം ചേരുകയാണ്. സനൂപ്, ഹാപ്പി ഓണം. എന്താണ് ഈ ഓണത്തിൻ്റെ സ്പെഷ്യൽ? ഈ ഓണം 24-നൊപ്പമാണ്. അത് തന്നെയാണ് ഇവിടെ എല്ലാ വർഷത്തെയും പോലെ അല്ലേ? ഓണത്തിന് നാട്ടിൽ പോകുന്നുണ്ടോ? ഇല്ല, ഇവിടെ തന്നെയുണ്ട്, കൊച്ചി തന്നെയാണ്. ഓണം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണ് സനൂപ്? ഓണത്തിന് നാട്ടിൽ പോകാൻ പറ്റുന്നില്ല, അതൊക്കെ തന്നെയാണ് മിസ് ചെയ്യുന്നത്. നമുക്ക് വിഷ്ണു, ഇത്തവണത്തെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ എന്താണ് വിഷ്ണു? സ്പെഷ്യൽ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 2ാമത്തെ ഓണമാണ്, ലൈക്ക് 24-നൊപ്പം 2ാമത്തെ ഓണം. അതൊക്കെ തന്നെ, പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ 18th പോകുള്ളൂ. ഓണസദ്യയൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ നാട്ടിലെ? നാട്ടിലെ മലബാർ സദ്യ kind മിസ് ചെയ്യുന്നുണ്ട്. യെസ്, മലബാർ സദ്യ അത് മിസ് ചെയ്യുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടെ സ്വിറ്റ്സറിലുള്ള ആളോട് ചോദിക്കാം, എങ്ങനെയുണ്ട് ഓണം ഇത്തവണ, എന്താണ് സ്പെഷ്യൽ? അതുപോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ എല്ലാവരും കൂടെ 24-നൊപ്പം എത്രാമത്തെ ഓണമാണ്? 6ാമത്തെ ഓണമാണ്.
ഇത്തവണ എന്താ ഏറ്റവും കൂടുതൽ മിസ് ചെയ്തത്? നാട്ടിൽ പോകുന്നുണ്ടോ? നാട്ടിൽ പോകുന്നില്ല, ഫാമിലിയാണ് മിസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ SKN എല്ലാവരും ഓണത്തിൻ്റെ ഒരു ആവേശത്തിലൊക്കെയാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മകളാണ്, ഗൃഹാതുരത്വമാണ്, അതുപോലെ തന്നെ കളർഫുള്ളാണ്, ഹാപ്പിനെസ് ആണ്, അങ്ങനെ എല്ലാമാണ് ഓണം. അപ്പോൾ അവിടെ നമ്മുടെ മണിയുടെ ടീം അടിച്ചു പൊളിക്കുന്നതിനൊപ്പം നമ്മളിവിടെ കാക്കനാട് സ്റ്റുഡിയോയിലും ആവേശം ഒട്ടും ചോരാതെ അടിച്ചു പൊളിക്കുകയാണ് SKN. ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മുടെ കഴിഞ്ഞ 5 വർഷമായിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഓണം ദിനത്തിലാണല്ലോ നമ്മുടെ ഈ അവതാര പുലികൾ ഇങ്ങനെ കയറുന്നത്. അതിന്റെ പ്രൊഡ്യൂസർ ആയിട്ടുള്ള ഒരാളുണ്ട്. ഇന്നുണ്ട് നമ്മുടെ കൂടെ. ടിൻഡോ ഉണ്ട്. ടിൻഡോയെ നമുക്ക് നാശിപ്പിച്ചു കളഞ്ഞ് ഈ കാര്യം ഒരു മൈക്ക് കൊടുക്കും ടിൻഡോ. വളരെ കാലമായി അവതാര പുലികളുടെ പ്രൊഡ്യൂസറായി ജോലി ചെയ്യുമ്പോൾ എന്താണ് അങ്ങയുടെ ഹൃദയത്തിൽ ബുദ്ബുദം പോലെ പൊങ്ങി വരുന്നത്? ഇല്ല സാർ, ഞാൻ ആദ്യത്തെ അവതാര പുലികളിൽ നമ്മൾ പങ്കെടുക്കാനായിട്ട് നമ്മൾ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പ്രൊമോഷൻ കിട്ടിയതാ? ആ പ്രൊമോഷൻ കിട്ടിയത്. അതിനുശേഷം നമ്മൾ പ്രൊഡ്യൂസറാക്കി. എല്ലാ തിരുവോണത്തിനും നമ്മൾ ഈ ഫ്ലോറിലും ഇവിടെ എല്ലാവരോടും ഒപ്പം ഇവിടെയുള്ള ആളുകളോടൊപ്പം നമ്മൾ സദ്യ കഴിക്കുന്നു, ആഘോഷിക്കുന്നു. സാറിനോടൊപ്പം ഇതേപോലെ തന്നെ നമ്മുടെ ആങ്കേഴ്സിനോടൊപ്പം. നല്ല ഫസ്റ്റ് ക്ലാസ് ഉടുപ്പാ ഇത്. എവിടെ നിന്ന്? അതൊക്കെ രഹസ്യമാണ്, അടിച്ചു മാറ്റിയതാണ്. അപ്പൊ ബുദ്ബുദം പോലെ ഒന്നും ഇവിടുന്ന് പൊങ്ങി വരുന്നില്ല? ഇല്ല, എല്ലാം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു. ഈ തവണയും നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നു. നല്ല റെസ്പോൺസ് നമ്മൾ യൂട്യൂബിലും മറ്റേതെങ്കിലും കാണുമ്പോഴാണ് നമ്മുടെ സന്തോഷം. അതുപോലെ നമ്മുടെ PCRലും നമ്മുടെ ആൾക്കാരുണ്ട്, അവരെല്ലാവരും ഇത് കണ്ടുകൊണ്ട് സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായാലും അടിപൊളിയല്ലായിരുന്നു. ഞാൻ യഥാർത്ഥത്തിൽ ഈ 40 കൊല്ലക്കാല മീഡിയ ചരിത്രത്തിൽ ആദ്യമായിട്ട് നൃത്തം വെച്ചതാ. എന്നെ കണ്ടിട്ടായിരിക്കും. ക്ഷമയുടെ നെല്ലിപ്പിലെ ജനങ്ങൾ കുടിച്ചു കൊടുത്തു. റെഡി. സൂപ്പറായിട്ട് ഡാൻസ് ചെയ്തു എന്നുള്ള കമന്റും വന്നു. അത് എന്ന് വെച്ചാൽ മേലാൽ ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. റെഡി. അപ്പൊ ടിൻഡോ, സന്തോഷം.